ശരി, യുവരാജ് ഗോകുൽ, ചില സംശയങ്ങൾ, ഗൗരവത്തിലുള്ള സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. കണക്കുകളിൽ വരുന്ന വലിയ വ്യത്യാസം. കഴിഞ്ഞ ദിവസം ആ, സന്ത് കബീറിൽ അമിത്ഷാ പ്രസംഗിച്ചത്, അതായത് അഞ്ചാം ഘട്ടം കഴിയുമ്പോൾ 430 സീറ്റിലെ പോളിംഗ് കഴിയുന്നു. 430-ൽ 310 കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടുള്ള പറച്ചിൽ, അതിന്റെ കണക്കുകൾ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വരുന്നു. കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറയുന്നു, ആ, വലിയ രീതിയിൽ കണക്കുകളിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ കണക്കിൽ നിന്നും രണ്ടാമതാകുമ്പോഴേക്കും 1,07,00,000 വോട്ടർമാരുടെ വ്യത്യാസം, അതായത് 1,07,00,000 വോട്ടർമാർ കൂടുതലായി വരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു സംശയം ഉന്നയിക്കപ്പെടുമ്പോൾ ആ സംശയം ദൂരീകരിക്കേണ്ടതല്ലേ? സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് സ്മൃതി. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. അവർക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ഇപ്പോഴും അവരുടെ കയ്യിൽ സാധിക്കും. കാരണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിൽ, അതായത് ബൂത്ത് ഏജന്റുമാരുടെ കയ്യിൽ കൃത്യമായിട്ട് ഫോം 17C ഉണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്, ഇപ്പോൾ 5ാം ഘട്ടം കഴിഞ്ഞില്ലേ, 1ാം ഘട്ടം മുതലുള്ള ഡേറ്റകൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് ഏതാണോ സ്ഥലം അവർക്ക് അവിടെ പോയിട്ട് കൃത്യമായിട്ട് അത് പ്രൂവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ, രണ്ടാമത്തെ ഘട്ടം ഫേസ് 2 കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നത്. ഞാൻ അന്ന് ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ടുഡേയിൽ രാജീവ് സർദേശായിയും മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ എൻ ഗോപാലസ്വാമി ഇവർ തമ്മിലുള്ളൊരു ഡിബേറ്റ് ഇതേ വിഷയത്തിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്മൃതി ഇപ്പോൾ ഉന്നയിച്ച അതേ പ്രശ്നം തന്നെ ശ്രീ രാജീവ് സർദേശായി അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു. 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ് 1 ഡേറ്റ വന്നത്, 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ് 2 ഡേറ്റ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം, UPA കാലഘട്ടത്തിലെ ഇലക്ഷൻ കമ്മീഷണറാണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല, അത് തെറ്റാണ്. 48 മണിക്കൂറിൽ തന്നെ ഈ പറയുന്ന ഫോം 17C ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കംപ്ലീറ്റ്ലി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ 10 ദിവസം കഴിഞ്ഞു വന്നു അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞു വന്നു എന്ന് പറയപ്പെടുന്ന ഡേറ്റ കമ്പൈൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റയാണ്. ബട്ട് ആക്ച്വലി റോ ഡേറ്റ, ആക്ച്വൽ ഡേറ്റ ഈ പറയുന്ന 48 മണിക്കൂറിൽ തന്നെ ഫേസ് 1 കഴിയുമ്പോഴും ഫേസ് 2 ചെറിയ വ്യത്യാസമല്ലേ, ചെറിയ ശതമാന കണക്കുകളിലെ വ്യത്യാസമല്ലേ വരിക? ഇപ്പോൾ നോക്കൂ, പറയുന്നത് ഈ 1,07,00,000 വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിൽ 24,000 വോട്ടെങ്കിലും മാറുന്നുണ്ട്. 24,000 വോട്ടുകളുടെ ആത്മവിശ്വാസം, ഓരോ മണ്ഡലത്തിലും 24,000 വോട്ടിന് ആത്മവിശ്വാസമാണോ അമിത്ഷാ പ്രകടിപ്പിക്കുന്നത്? സ്വാഭാവികമായ സംശയമാണ് ഗോകുൽ. സ്മൃതി, ഈ 1,07,00,000 സ്മൃതി, അതാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെയാണ് അതിനകത്ത് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം, നിങ്ങൾക്ക് എവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒത്തു നോക്കാൻ കഴിയും. ഫേസ് 1 ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 മാസവും 5 ദിവസവും പിന്നിട്ടു നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞ ശേഷമുള്ള കണക്കാണത്, ഫേസ് 1 കണക്കല്ല. അതായത് ആദ്യത്തെ 48 ഈ പറയുന്ന 1,07,00,000 വ്യത്യാസം എന്ന് പറയുന്നത് 5 ഘട്ടം കഴിയുമ്പോൾ ഉന്നയിക്കുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സ്മൃതി, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഫേസ് 1 മുതലുള്ള ഓരോ പോളിംഗ് ബൂത്തിൻ്റെയും കണക്കുകൾ കൃത്യമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ 17C എന്ന് പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലും നിൽക്കുന്ന സാധനമല്ല. അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലോ മാത്രം ഇരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ പറയാനുള്ള സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു. ഇത്രയധികം കേസുകൾ ഫൈറ്റ് ചെയ്യുക, കോടതിയിൽ പോകുന്ന ആൾക്കാർക്ക് ഇതിനകത്തുള്ളൊരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും. കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അവരുടെ കയ്യിൽ അതിനുള്ള മിഷനറിയൊക്കെ തന്നെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് BJP വന്നതിന് ശേഷം മാത്രമല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ അറിയുന്നത് ആദ്യമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, 48 മണിക്കൂറിനകം തന്നെ വെബ്സൈറ്റിനകത്ത് ഇൻഫർമേഷൻ ലഭ്യമാണ്. 48 മണിക്കൂറിനകത്ത് തന്നെ ഇൻഫർമേഷൻ ലഭ്യമാണ്. ഇപ്പോൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കിനോട് പറയുകയാണ്, ഫേസ് 5 ഇലക്ഷൻ കഴിഞ്ഞത് 20-ാം തീയതിയാണ്. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 23-ാം തീയതിയിലത്തെ ഡേറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ് ഇട്ടുകൊണ്ട് എത്രയാണ് ഫേസ് 5 ഉണ്ടായിട്ടുള്ള പോളിംഗ് എന്നുള്ള കാര്യം അവർ അപ്ലോഡ് ചെയ്ത് 11 ദിവസം കഴിഞ്ഞൊരു ഫൈനൽ കണക്ക് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു വിട്ടോ? അത് താങ്കൾ പറയൂ. 11 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അത് മുൻ 11 ദിവസം വന്നുള്ള കണക്കുകളൊക്കെ ഇവിടെ പുറത്തു വന്നല്ലേ? താങ്കൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്,
ഇപ്പോൾ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ഞാൻ ഈ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ നാട്ടിൽ കണക്കുകൾ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ഒത്തുനോക്കി നാട്ടിൽ ജീവിച്ചിട്ടും വേറെ വല്ല നാട്ടിലെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് പ്രശ്നം. ഏത് നാട്ടിലെ കേട്ടോ അജണ്ടയാണ് സ്മൃതി? ഏത് ഈ നാട്ടിലെ നാട്ടിൽ അജണ്ടയാണ് ജീവിച്ചിട്ടും മറ്റവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ഇവിടെ കമ്മീഷൻ ഇതിനു നടപ്പിലാക്കാൻ മുമ്പ് പ്രവർത്തിച്ച ശ്രമിക്കുന്നവർക്കാണ് രീതിയിലല്ലാതെ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യങ്ങളാണ്. ഇവിഎമ്മിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് യുവരാജ് കോടതിയിൽ ഗോകുൽ. പോയപ്പോൾ സുപ്രീം കോടതി ജഡ്ജി തന്നെ നിങ്ങളോട് പറഞ്ഞു വിട്ടത് അനാവശ്യമായിട്ട് ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ സംശയിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് മറ്റാരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അത് ആദ്യഘട്ടത്തിലാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്. മോശമാക്കി ചിത്രീകരിക്കാൻ അത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലാണല്ലോ അങ്ങനെ പറഞ്ഞത്. യുവരാജ് ഗോകുൽ, കാര്യങ്ങൾ പലതും മാറി പറഞ്ഞിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി മാറി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം തന്നെ ഒരു മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല സ്വയം തന്നെ ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ ഓർഗനൈസേഷനാണ്. ആ രീതിയിൽ അതിൽ ഇടപെടരുത് എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ മര്യാദ കാണിക്കുന്നത്. ഞങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കും പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നിരന്തരമായിട്ട് ഈ കോടതികളിൽ പോവുകയും അനാവശ്യമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്ന് പറയാമോ? പോവുക തേയുക പറ്റുന്നില്ല. യുവരാജ് ഗോകുൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ തോൽക്കും. തോൽക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സാധനം എടുത്തു വെച്ചിട്ട് നാണം മറക്കണ്ടേ? അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണിത്. ജനാധിപത്യ സംവിധാനങ്ങളിൽ സംശയം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല. Debate with Smriti Parthikad.